വിളക്കിത്തല നായർ സമാജം 71ാം സംസ്ഥാന വാർഷിക സമ്മേളനം ഒക്ടോബർ 20-21 തീയതികളിൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കടപ്പാട്ടൂർ ക്ഷേത്ര പരിസരത്ത് ബൈപ്പാസിൽ നിന്നും മഹാറാലി ടൗൺ ഹാളിലേക്ക് ആരംഭിക്കും. വാദ്യമേളങ്ങളുടെയും അതുപോലെ താലപ്പൊലിയുടെയും എല്ലാം ആകുമ്പോഴോടുകൂടി ആയിരങ്ങൾ പങ്കെടുക്കുന്ന വനിതകളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ വിളക്കിത്തല നായർ സമാജത്തിലെ 3000-ഓളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലി 2 മണിക്ക് ആരംഭിച്ച് കൊട്ടാരമറ്റം മെയിൻ റോഡ് വഴി ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും. തുടർന്ന് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പ്രമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർ പങ്കെടുക്കും. MP-മാരായ ശ്രീ ജോസ് കെ മാണി, ശ്രീ ഫ്രാൻസിസ് ജോർജ് എന്നിവരും അതേപോലെ MLA-മാരായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ മാത്യു തോമസ്, ശ്രീ മാണി സി കാപ്പൻ, പാലാ നഗരസഭാ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ എന്നിവർ സമ്മേളനത്തിൽ വിവിധ പുരസ്കാരങ്ങളും ആദരവും നൽകും. സംസ്ഥാനത്ത് ഏതാണ്ട് 16 ലക്ഷത്തോളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് വിളക്കിത്തല നായർ സമാജം. പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. ഇതിൽ പ്രകടനത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഉള്ള ആളുകളാണ് കൂടുതലായും പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും 2ാം ദിവസം 21-ാം തീയതി പങ്കെടുക്കുന്നു. ഏതാണ്ട് 350ഓളം പ്രതിനിധികൾ ആണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9 മണിക്ക് സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 10 മണിക്ക് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീമതി CK ആശ MLA മുഖ്യ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ സാധുസംഘം ചെയർമാൻ ശ്രീ KS രമേഷ് ബാബു സ്വാഗതം ആശംസിക്കും. സമാജം സെക്രട്ടറി ബാബു കുഴിക്കാല അനുസ്മരണ പ്രഭാഷണം നടത്തും. സമാജം ജനറൽ സെക്രട്ടറി ശ്രീ PK രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KK അനിൽകുമാർ കണക്കും വരവുചെലവ് കണക്കും അവതരിപ്പിക്കും. തുടർന്ന് ചർച്ച, മറുപടി, തെരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായിരിക്കും. സാധുസംഘം വൈസ് ചെയർമാൻ VK സുരേന്ദ്രൻ നന്ദി പ്രകാശിക്കും. വിളക്കിത്തല നായർ സമുദായത്തിന് ഉദ്യോഗ നിയമനങ്ങളിൽ 1% പ്രത്യേക സംവരണം അനുവദിക്കുക, മുൻ UDF സർക്കാർ NOC നൽകിയ എയ്ഡഡ് കോളേജ് അനുവദിക്കുക, ജാതി സെൻസസ് നടപ്പാക്കുക, ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സംവരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വയ്ക്കും. സമുദായം നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ 23 വർഷമായിട്ട് BNS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന പേരിൽ
ഒരു MG യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത ഒരു സീനിയർ കോളേജ് സമാജത്തിൻ്റെ മാനേജ്മെൻറ്റിൽ നടന്നു വരുന്നുണ്ട്. ശാസ്ത്രീയ മേഖലയിൽ അവിടെ തന്നെ ഞങ്ങൾക്ക് ഒരു എയ്ഡഡ് കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അനുവദിച്ചിരുന്നതും ആയതിന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യമായ പരിശോധനകളൊക്കെ നടത്തി അനുകൂലമായ റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് കൊടുത്തിരുന്നതുമാണ്. എന്നാൽ അതിനുശേഷം വന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ 9 വർഷമായിട്ട് അതിൻ്റെ NOC തരാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സമ്മേളനത്തിൽ ഇവിടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ എയ്ഡഡ് കോളേജിന് അനുവാദം നൽകുക എന്നുള്ളത് കൂടിയാണ്.